എന്ത് തന്നെയായാലും മുകേഷിന് ചുമക്കുന്ന CPM-ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവുമില്ല. ഈ മുകേഷിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എം വി ഗോവിന്ദൻ പറയുന്ന പാർട്ടി അംഗമൊന്നും അല്ല എന്നുള്ളത്. പക്ഷേ ഈ അഫിഡവിറ്റ് ഒക്കെ വരുമ്പോൾ പാർട്ടി അനുസരിച്ച് പ്രവർത്തിക്കാമെന്നും പറയുന്നുണ്ട്. സത്യത്തിൽ ഒരു കബളിപ്പിക്കലാണോ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്? സംശയം എന്താ? പൊതുജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ് CPM ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനം. നാട്ടുകാർക്കത് മനസ്സിലാകില്ല എന്ന MV ഗോവിന്ദൻ വിചാരിക്കുന്നത്. CPM-ന്റെ പാർട്ടി അംഗമല്ല എങ്കിൽ എങ്ങനെ അരിവാൾ ചുറ്റിക നക്ഷത്രം ശ്രീ മുകേഷിനെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കൊടുക്കുവാൻ പാർട്ടി ശുപാർശ ചെയ്യുകയും അതുപോലെ ശ്രീ മുകേഷ് സത്യവാങ്മൂലം നൽകുകയും ചെയ്തത്? എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പ്രതിനിധിയായി എനിക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കണമെന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ അദ്ദേഹം ചെയ്ത ക്രൂരതകൾ എണ്ണി പറഞ്ഞത് പാർട്ടിയുടെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിലുണ്ട്. അതുപോലെ തന്നെ മറ്റ് മീറ്റു ആരോപണം വന്നപ്പോൾ അദ്ദേഹം കേരളത്തിൽ ആദ്യമായി ആരോപണ വിധേയനായ ഒരാളാണ്. അത് പാർട്ടിയുടെ മുന്നിലുണ്ട്, പൊതുജനങ്ങളുടെ മുന്നിലുണ്ട്. അതിനും അപ്പുറത്തേക്ക് പാർട്ടിക്ക് മാത്രം അറിയാവുന്ന, പിണറായി സർക്കാരിന് മാത്രം അറിയാവുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പലവിധ ആരോപണങ്ങൾ, അങ്ങേയറ്റം നിന്ദ്യമായ ക്രൂരമായ നിലയിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും പാർട്ടിയുടെ അറിവോടുകൂടി ഉണ്ടായിട്ട് എന്നിട്ടും അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തു, പാർലമെന്റിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. അങ്ങനെ ആരോപണം വരുമ്പോഴെല്ലാം ശ്രീ മുകേഷിനെ ഒക്കത്തെടുത്ത് വെക്കുന്ന പാർട്ടിയാണ് CPM. എന്നിട്ടാണ് മറ്റു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റു ആൾക്കാർക്ക് നേരെ കുതിര കയറാൻ വരുന്നത്. ഒട്ടും ശരിയല്ല. ഇരട്ടത്താപ്പാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ വിഷയത്തിൽ CPM എടുക്കുന്നത്. സമാനതകളില്ലാത്ത ഇരട്ടത്താപ്പിന് നേതൃത്വം നൽകുന്ന CPM എന്ന് പറയുന്ന പാർട്ടിക്ക്, അതിലെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ ഭാര്യമാര്, മക്കള്, കുടുംബാംഗങ്ങള്, പാർട്ടി പ്രവർത്തകരായ വനിതകൾ അടക്കം നിരവധി പരാതി കൊടുത്തിട്ട് CPM-ന്റെ വനിതാ നേതാക്കന്മാരടക്കം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ പല തവണ കണ്ടതാണ്. പാർട്ടിക്ക് സ്വന്തം കോടതി, സ്വന്തം പോലീസ്, അത് പറഞ്ഞത് ഒരു വനിതാ നേതാവ് എന്നുള്ളതും ആ വൈരുദ്ധ്യം ഇപ്പോഴും ഓർക്കുകയാണ്. എന്ത് തന്നെയായാലും മുകേഷിന് ചുമക്കുന്ന CPM-ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവുമില്ല.